ഉള്ളുലച്ച മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം. 2024 ജൂലൈ 30-ന് പുലർച്ചെ 2 മണിയോടെ വെള്ളരിമലയുടെ ഒരു ഭാഗം ഉരുളിന്റെ രൂപത്തിൽ താഴെ കൊലിച്ചിറങ്ങിയപ്പോൾ നഷ്ടമായത് ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങളും ജീവനുമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് വയനാട് ജില്ലാ ഭരണകൂടം. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഇന്ന് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സർവമത പ്രാർത്ഥനയിൽ മന്ത്രിമാരായ AP അനിൽകുമാർ, T സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കി അതിജീവിതർ ദുരന്തഭൂമിയിലും പുതിയ പുനരധിവാസ ടൗൺഷിപ്പിലും പ്രാർത്ഥനകളും ദീപം തെളിയിക്കൽ ചടങ്ങുകളും സംഘടിപ്പിച്ചു. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പലരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. വെള്ളാർമല സ്കൂളിലും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും തങ്ങളെ വിട്ടുപോയ സഹപാഠികളുടെ ചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. വയനാട്ടിലെ ജനങ്ങളുടെ ധീരതയ്ക്കും അതിജീവനത്തിനും മുന്നിൽ പ്രണാമമർപ്പിക്കുന്നതായി പ്രിയങ്ക ഗാന്ധി MP എക്സിൽ കുറിച്ചു. ടൗൺഷിപ്പിലെ ഓരോ വീടുകളും ദുരന്തത്തെ അതിജീവിച്ച പ്രത്യാശയുടെ പ്രതീകങ്ങളായി ഇന്നും നിലകൊള്ളുന്നുണ്ട്. കണ്ണീരിന്റെ തീരാനോവിലും അതിജീവനത്തിന്റെ പാതയിലാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.